പ്രൊഫസർ റോണി, പുൽവാമ ഭീകരാക്രമണത്തിലുള്ള കോൺഗ്രസിന്റെ കള്ളങ്ങളും പൊളിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ അല്ല പ്രതി എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പുൽവാമയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ, ഭീകരവാദ ആക്രമണത്തിന് പിന്നില് ഇത് പാകിസ്ഥാനാണ് എന്ന് പകൽപ്പന വ്യക്തം. അല്ലാതെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്നല്ലേ പറഞ്ഞത്? അല്ല, അതിനകത്ത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു? നിങ്ങൾ സത്യപാൽ മാലിക് അന്നത്തെ JNK ഗവർണർ പറഞ്ഞത് അത് നിങ്ങൾ വലിയൊരു ആയുധമാക്കി അല്ലേ? പക്ഷേ സത്യപാൽ മാലിക് ഏത് കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് അന്ന് നിങ്ങളത് ചെവി കൊടുത്തില്ല. പക്ഷേ നിങ്ങൾ മോദിയെ അടിക്കാൻ ഒരു വടി കിട്ടിയപ്പോൾ അത് കൃത്യമായിട്ട് എടുത്തു പ്രയോഗിച്ചു. ഇല്ല, ഈ ഞങ്ങള് പറഞ്ഞ ആരോപണങ്ങള് സത്യപാൽ മാലിക് ശരിവെക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ടുള്ള റെക്കോർഡിക്കൽ ബേസിലാണ്. അല്ല, അതാണല്ലോ ഇപ്പൊ പൊളിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിരിക്കുക ഞങ്ങളുടെ ടാക്ടിക്കൽ ബ്രില്യൻസ് ആണ് പുൽവാമ ഭീകരാക്രമണത്തിൽ ഉണ്ടായതെന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ അതൊരു വളരെ വ്യക്തമല്ലേ അത്? അല്ല, നമ്മൾ ഇതിനെ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കരുത്. പാകിസ്ഥാൻ അല്ല ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. ആ സംഭവം ഉണ്ടായ ആദ്യം തൊട്ട് തന്നെ നമുക്കറിയാം ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന ടെററിസം തന്നെയാണ്. ഉത്തരവാദി പാകിസ്ഥാനാണെന്ന് പറഞ്ഞല്ലോ. കേന്ദ്ര സർക്കാരാണ് ഈ 40 പേരെ കൊന്നത്, കേന്ദ്ര സർക്കാരാണ്, അത് മനഃപൂർവ്വമാണ്, അത് തെരഞ്ഞെടുപ്പിൽ എന്തോ നേട്ടം ഉണ്ടാക്കാനാണെന്നൊക്കെ അല്ലേ അന്ന് പ്രചരിപ്പിച്ചത്? ഒരിക്കലും ഞങ്ങൾ പറഞ്ഞ എന്താണ്, അതായത് ജമ്മു ആൻഡ് കാശ്മീർ പോലീസിന്റെ DGP കൃത്യമായി പറഞ്ഞാൽ 2019 ഫെബ്രുവരി മാസം 8-ാം തീയതി കൃത്യമായി തന്നെ BSF-നുൾപ്പെടെ CRPF-നുൾപ്പെടെ കേന്ദ്ര സർക്കാരിനുൾപ്പെടെ കൃത്യമായി വിവരം കൊടുത്തിട്ടുണ്ട്. ഒരു തീവ്രവാദി ആക്രമണം അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുന്നുണ്ട്, അതിനുള്ള കരിക്കുള്ള തീവ്രവാദികൾ നീക്കുന്നുണ്ട്, അതിന് മുൻകരുതൽ എടുക്കണം. അതിന്റെ അടിസ്ഥാനത്തില് ഈ CRPF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു, ഞങ്ങൾ എയർലിഫ്റ്റ് ചെയ്യണം, ആൾക്കാർ ഇങ്ങനെ കോൺവോയ് ആയി വാഹനങ്ങളിലേക്ക് കൊണ്ടുപോകരുത്, അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിനകത്ത് ഒരു തീരുമാനം എടുത്തില്ല, അത് അനുവദിച്ചില്ല. കോൺവോയ് ആയിട്ട് പട്ടാളക്കാരെ വിട്ടു, ഇതിനെ ഇരകളാക്കി മാറ്റി. അതാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം. കാശ്മീരിൽ എല്ലാ ഏരിയയും സെൻസിറ്റീവ് ഏരിയാസ് ആയിരുന്നല്ലോ, എപ്പോഴും ടെൻഷൻ നിലനിന്നിരുന്ന സ്ഥലങ്ങളാണല്ലോ കാശ്മീർ. ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടാവും. അല്ല, ഈ എയർലിഫ്റ്റ് എന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ട. കാരണം ഞമ്മളല്ലോ കാശ്മീരിന്റെ എല്ലാ മേഖലകളിൽ നിന്ന് സെൻസിറ്റീവ് ആണ്, എവിടെ വേണമെങ്കിലും ഒരു തീവ്രവാദി ആക്രമണം നടക്കാം. ഇപ്പോൾ പോലും നമുക്കറിയാം ഈ പഹൽഗാമില് വന്നത് അത് ജമ്മുവിൽ ആക്രമണം ഉണ്ടാകുന്നതായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട്. പക്ഷെ പഹൽഗാമിലാണ്, നമുക്കറിയാം എല്ലാം സെൻസിറ്റീവ് ഏരിയാസ് ആണ്. പക്ഷെ ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ എയർലിഫ്റ്റ് ചെയ്യണം എന്ന റിക്വസ്റ്റ് ഈ CRPF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ അതിനനുകൂലമായി കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്, അതാണ് ഞങ്ങൾ വിമർശിച്ചത്. അതിനെയാണ് പിന്നീട് സത്യപാൽ മാലിക് ശരിവെച്ചത്. അതാണ് അതിന്റെ യഥാർത്ഥ ഇൻസിഡന്റ്. അല്ലാതെ പാകിസ്ഥാൻ അല്ല എന്ന് ഒരിടത്തും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഇന്ന് വളരെ കൃത്യമായി തന്നെ അത് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട്. ഓൺ ചെയ്തിരിക്കുന്നു. വിദ്യാസാഗർ ഗുരുമൂർത്തി, നോക്കൂ, അതിലൊരു വേറെ വിഷയമുണ്ട്. ഇതിലൊക്കെ വലിയ ഭീകരാക്രമണമായിരുന്നു 26/11 മുംബൈ അറ്റാക്ക്. അത് പാകിസ്ഥാൻ സ്പോൺസേർഡ് അറ്റാക്ക് ആയിരുന്നു. എന്തായിരുന്നു അന്നത്തെ മറുപടി കൊടുത്തത്? എന്തായിരുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതായിരിക്കും. ഞങ്ങൾ വേണേ ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയില്ല, തീവ്രവാദി ക്യാമ്പ് ആക്രമിച്ചില്ല, ഞങ്ങൾ ചെയ്താണ് പറയാം. കൃത്യമായി തന്നെ പാകിസ്ഥാനെ ഈ പറയുന്ന ഭീകര രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനുള്ള ഒറ്റ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്ന ആരോപണം പഹൽഗാമിൽ നടത്തിയ എക്സാക്ട് ടെററിസ്റ്റ് എവിടെ, അവരെ എന്തുകൊണ്ട് കൊന്നില്ലെന്നാ ചോദിക്കുന്നത്. മുഖർജി അടക്കമുള്ളവര് ഒന്ന് പറയട്ടെ. അതിനുശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് വേറെ ആരും പിടികൂടിയിട്ടില്ല. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെക്കരുത്. ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതായത് ലോക്കൽ പോലീസിന്റെ വെറും ഇന്റർവെൻഷൻ അല്ലാതെ മേജർ സെക്യൂരിറ്റി ലാബ്സ് ആയിരുന്നില്ലേ അത്? ഇപ്പൊ നിങ്ങൾ പറയുന്നു പഹൽഗാമില് മോദിക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ BJP-യുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ തെറ്റാണ്, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ശരിയായി വായിച്ചില്ല, തെറ്റിച്ചു എന്നൊക്കെ പറയുന്നല്ലോ. 26/11 പോലെ ഇത്രയും ഹൈലി അപകടം വിതച്ച ഒരു ഭീകരാക്രമണം ഇവിടെ സുഖമായിട്ട് അവർ കോസ്റ്റൽ ഗാർഡ് ഒന്നും കണ്ടിട്ട് പോലെ നടന്നു കയറി വന്ന അറ്റാക്ക് ആയിരുന്നു അത്. ഒരു ചുക്കും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ പറഞ്ഞ അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തി, അപ്പുറത്ത് ഉൾപ്പെടുത്തി, അതുകൊണ്ട് പാകിസ്ഥാനിലെ തെമ്മാടി രാഷ്ട്രം എന്നെങ്കിലും ഈ ഇൻഫിൽട്രേഷൻ നിർത്തുകയോ അപകടങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇപ്പൊ കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഹൈ ലെവലിലുള്ള, അവർക്ക്
അവരുടെ മർമ്മം തകർക്കുന്ന മറുപടിയാണ്. അതായത് തോക്കിന് തോക്കുകൊണ്ട് മറുപടി കൊടുക്കാന്നുള്ള രീതിയാണ് എടുത്തിരിക്കുന്നത്. അത് ഓഫ്കോഴ്സ് 15 ദിവസം എടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അന്നത്തെ അവസ്ഥയിൽ MK നാരായണൻ അടക്കമുള്ള ചീഫ് സെക്യൂരിറ്റി അഡ്വൈസർ അടക്കമുള്ളവർ പറഞ്ഞിരുന്ന വർത്തമാനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തിനകത്തുള്ളവർക്ക് അമർഷമല്ല, നിരാശയുണ്ടാക്കിയത്. അപ്പൊ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തൊക്കെ സുഖമായി നടന്നു കയറിയെന്ന് കണ്ടവരൊക്കെ വെടിവെച്ച് കൊല്ലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതേ സാഹചര്യം അന്ന്, പക്ഷെ അതിന് വേണ്ടുന്ന മിലിറ്ററി മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. എനിക്ക് റിപ്ലൈ ഉണ്ട്, എനിക്ക് റിപ്ലൈ പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. എനിക്ക് 30 സെക്കൻഡ് സമയം തരാമോ? 30 സെക്കൻഡ്. ഈ 2008 മുംബൈ ആക്രമണം നടന്നതിന് ശേഷം 2014 വരെ ഇന്ത്യയിൽ മറ്റൊരു തരത്തിലുള്ള മേജർ തീവ്രവാദ ആക്രമണം ഉണ്ടായില്ല. നിങ്ങൾ NIA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇപ്പോഴത്തെ ഹെഡ്ലി ഉൾപ്പെടെ ഈ പറയുന്ന റാണ ഉൾപ്പെടെ ആളുകളെ മുഴുവൻ പിടികൂടാനായിട്ട് ഉള്ള മുഴുവൻ ഇന്റലിജൻസ് അവർ നേരെ അമേരിക്കയിലേക്കാണ് പോയത്. മുഴുവൻ ഇന്റലിജൻസ് കൊടുത്തു, അവരെ എല്ലാം അറസ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മൾ ആക്രമിച്ചു. ഉറുക്കിയ ശേഷം നമുക്കറിയാം ഈ പറയുന്ന പുൽവാമ ഉണ്ടായി. നമ്മൾ പുൽവാമയിൽ തിരിച്ചു മറുപടി കൊടുത്തു. പക്ഷെ വീണ്ടും പകർക്കം ഉണ്ടായി. വീണ്ടും പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചൊരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ പാകിസ്ഥാനെ എങ്ങനെയൊക്കെ പിന്നെ ഒതുക്കാമോ അവരെ കരിമ്പട്ടികപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ തീവ്രവാദ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടികൾ ഉണ്ടാക്കി. NIA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയുള്ള നടപടികൾ മുഴുവൻ സ്വീകരിച്ചു. അല്ല, NIA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ അന്ന് മുതലേ ഗാന്ധിയൻ നയങ്ങളാണ്. അതായത് റിറ്റാലിയേഷൻ ഉണ്ടാവില്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളത് പാകിസ്ഥാൻ ഉറപ്പ് കൊടുക്കുകയാണ്. എപ്പോഴും അകത്ത് അതുണ്ടാക്കി ഇതുണ്ടാക്കി അവരെ കൈമ്പട്ടിപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യ രൂപപ്പെട്ടത് മുതൽ, അതായത് നമ്മുടെ 1947 മുതൽ ഇത്രയും കാലത്തിൽ മോദി സർക്കാർ വരുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നല്ലോ മേജർ ഷെയർ ഭരിച്ചിരുന്നത്. എത്ര നൂറുകണക്കിന് സ്ഫോടനങ്ങൾ, എത്ര തവണ പാകിസ്ഥാൻ നമ്മളെ പല രീതിയിൽ വരച്ചു. ഇപ്പൊ ഞാൻ പറയുന്നത് ഇത്രയും മേജർ ഷെയർ ഇത്രയും കാലഘട്ടം ഭരിച്ച ഒരു കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പോ ഈ ഒരു താരതമ്യേന ബാല്യദശ പിന്നിടുന്ന മോദി സർക്കാരിന് അതുമായി താരതമ്യം ചെയ്യുകയാണ്. പക്ഷേ മോദി പുൽവാമയിൽ കൊടുത്തു മറുപടി, ഉറിയിൽ കൊടുത്തു മറുപടി. ആ മറുപടികളൊക്കെ തന്നെയും പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി, ഈ സർക്കാർ കേവലം ടോക്സിലല്ല വിശ്വസിക്കുന്നത്, ഇത് റിറ്റാലിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നർത്ഥം തന്നെയാണ്. മാത്രമല്ല ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻഫിൽട്രേഷൻ എത്ര തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ മോദി സർക്കാരിന് കഴിഞ്ഞു എന്ന് അങ്ങ് പരിശോധിക്കണം. 100% ലീക്ക് പ്രൂഫ് ആയിട്ട് ഇൻഫിൽട്രേഷനിൽ കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. പഹൽഗാമിൽ നടന്നിരിക്കുന്നത് വളരെ സത്യമാണ്, നമുക്കെല്ലാം ഖേദകരമായ സംഗതിയാണ്. പക്ഷെ അതിന് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ അവർക്കുണ്ടായിട്ടുള്ള കാഷ്വാലിറ്റിയെ പറ്റി അവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞത് 26 28 പേർക്കുണ്ടായിട്ടുള്ള ജീവഹാനിക്ക് പകരമായി നമ്മൾ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ 2 രീതിയിലും, അതായത് നേരിട്ട് അവർക്ക് പ്രഹരം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. 26/11 പോലെ ഇത്രയും ഗൂഢമായ, ഇത്രയും നിഷ്ഠുരമായ ഒരു കർമ്മം എളുപ്പത്തിൽ ചെയ്യാൻ അവർക്ക് സാധിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് മാറി എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റോ അല്ലെങ്കിൽ ഇവിടെ നടന്നു കയറി വരാനുള്ള സാഹചര്യങ്ങൾ ഇല്ല. എപ്പോഴാണ് ഇത് വന്നത്? നമുക്കറിയാം, മോദി ഈ 370 റിപ്പീൽ ചെയ്ത് കഴിഞ്ഞ ഈ സർക്കാരിന് ശേഷം കുറക്കാലം കശ്മീർ ശാന്തമായിരുന്നു. എപ്പോഴാണോ സുപ്രീം കോടതിയുടെ ഇന്റർവെൻഷനിലൂടെ പെട്ടെന്ന് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഒരു ഇന്റർവെൻഷൻ ഉണ്ടായത്, അതിനുശേഷമല്ലേ സത്യം പറഞ്ഞാൽ, ഞാൻ എന്റെ ഒരു ലേമൻ കൺസേൺ പറയാണ്, അതിനുശേഷമല്ലേ ഈസി ആയിട്ട് അവർക്ക് വരാൻ പറ്റുന്നത്? അതുവരെ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണെങ്കിലും ഇപ്പോഴും അധികാരമെല്ലാം കേന്ദ്ര സർക്കാരിന്റെ തന്നെയല്ലേ, പക്ഷേ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്വം ഒഴിച്ചുവിടാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോൾഡ് ഫോഴ്സസിന് എങ്ങനെ പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ലെന്ന് പറയാൻ പറ്റും? അല്ല, ഇപ്പോഴും കേന്ദ്ര ഭരണത്തിന്റെ കീഴിലാണല്ലോ മിലിറ്ററിയും പാരാമിലിറ്ററിയും എല്ലാം എന്ന് പറയുന്നത് ഈ സെൻട്രൽ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. There is an installed state government, democratically elected state government ഉണ്ടല്ലോ അവിടെ. അവരെ സംബന്ധിച്ച് ഇപ്പൊ ഈ പടി എന്താണ്, മോദിക്ക് കിട്ടുന്ന തെറിയുടെ പകുതി എന്താണ് ഒമർ അബ്ദുള്ളക്ക് കിട്ടാത്തതിന്റെ അത്ഭുതം? ഒരു കാര്യം ഞാൻ അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്, വളരെ വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ തോക്കുകൊണ്ടുള്ള ചോദ്യത്തിന് തോക്കുകൊണ്ട് മറുപടി കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. 26/11 പോലെ ചർച്ച നടത്തി, കരിമ്പട്ടയിൽപ്പെടുത്തി, രാത്രി ഇരുട്ടത്ത് കിടത്തി, വെളിച്ചത്ത് ചോറ് കൊടുത്തു, ഈ രീതിയിലല്ല ഇപ്പോൾ ഉള്ളതെന്നുള്ളത് ഇപ്പോൾ തന്നെ ഇന്നത്തെ അവരിങ്ങോട്ട് വിളിച്ച് സീസ് ഫയറിനെ റിക്വസ്റ്റ് ചെയ്തതെന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. നമ്മൾ അവരുടെ മർമ്മപ്രധാനമായിട്ടുള്ള, ഇന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞു, റാവൽപിണ്ടി നമ്മൾ അറ്റാക്ക് ചെയ്തു. അങ്ങനെ മർമ്മപ്രധാന അകത്ത് കയറി അടിക്കുക എന്ന രീതി മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഉണ്ടായത്. ഈ അവിടെ ഇവിടെയും പെടുത്തി അവരോട് ചർച്ച ചെയ്തു, ഇവരുടെ കാല് പിടിച്ചു, അവരോട് ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് അപേക്ഷിച്ചു. ഈ വിധേയത്വം നിറഞ്ഞ, ദൗർബല്യം നിറഞ്ഞ ശബ്ദമൊക്കെ നമ്മൾ ഒഴിവാക്കി. ഓഫ്കോഴ്സ് നമുക്കറിയാം, എല്ലാ ഈ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ ഈ കൊതുക് വരുന്ന പോലെയാണ്, അകത്ത് കടക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അകത്ത് കടക്കാൻ എന്ത് രീതിയിൽ വരും, പക്ഷെ എങ്കിലും ഭേദപ്പെട്ട ജനതയ്ക്ക് ആത്മാഭിമാനം ഉയർത്തുന്ന രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കാൻ
മോദിക്ക് കഴിയുന്നുണ്ട് തീർച്ചയായും. ഓരോ തവണയും എന്നുള്ളത് വ്യക്തമാണ്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരത സൈന്യത്തിൻ്റെ കരുത്തും ശക്തിയും വീണ്ടും തെളിയിക്കാൻ സാധിച്ചു. ഭീകരവാദികൾ അവരെത്ര ശക്തരായാലും ഇനി അതിർത്തിക്ക് അപ്പുറത്തായാലും എവിടെയാണെങ്കിലും അവിടെ പോയി അവരെ നാമാവശേഷമാക്കും. അത് വലിയൊരു സന്ദേശമാണ് ഇതുവഴി ഈ ഓപ്പറേഷനിലൂടെ നൽകിയത്. ഈ പോരാട്ടത്തിൽ